ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലി യൂണിറ്റ് 4 ഡാലി അമ്മൂമ്മയുടെ പുഴ എന്ന പാഠഭാഗമാണ്. ടീച്ചറിൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മലയാളത്തിലെ ഒരു നോവലിസ്റ്റും ചെറുകഥാകൃത്തുമാണ് വി ഷിനിലാൽ. 2022 നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം സമ്പർക്ക ക്രാന്തി എന്ന അദ്ദേഹത്തിൻ്റെ നോവലിന് ലഭിച്ചു. 124, ബുദ്ധപദം, അടി എന്നിവ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. വി ഷിനിലാലിൻ്റെ നരോദ പാട്ടയിൽ നിന്നുള്ള ബസ് എന്ന കൃതിയിലേതാണ് ഈ പാഠ്യഭാഗം. ഓക്കെ, നീ മര്യാദയ്ക്ക് പൊയ്ക്കോ, പുഴ പറഞ്ഞു. ഇല്ലടി, ഞാൻ ഇവിടെ കിടന്ന് ചത്തോളാം. പുഴയ്ക്ക് കലി വന്നു. അത് ഡാലിയുടെ തുരുത്തിനെ വലം വെച്ച് ദേഷ്യത്തോടെ ഒന്നുയർന്ന് ചാടിയ ശേഷം ഒഴുകിപ്പോയി. പുഴ പറയുകയാണ്, നീ മര്യാദയ്ക്ക് പൊയ്ക്കോ എന്ന്. ആരോടാ പറയുന്നേ? അമ്മൂമ്മയോട്. അപ്പോൾ അമ്മൂമ്മ പറയാണ്, ഇല്ലടി, ഞാൻ ഇവിടെ കിടന്ന് ചത്തോളാം. അപ്പോൾ പുഴയ്ക്ക് അത് കേട്ടിട്ട് കലി വന്നു. കലി എന്താ അർത്ഥം? ദേഷ്യം വന്നു. അത് ഡാലിയുടെ തുരുത്തിനെ വലം വെച്ച്. എന്താ തുരുത്തെന്ന് പറഞ്ഞത്? എന്താ തുരുത്ത്? പുഴയുടെ നടുവിലെ ചെറിയ കരപ്രദേശമാണ് തുരുത്തെന്ന് പറയുന്നത് കേട്ടോ. ഡാലിയമ്മയുടെ വീട് നിൽക്കുന്ന കണ്ടോ? പുഴയുടെ നടുക്ക് കുറച്ച് ഭാഗം മാത്രം, അമ്മൂമ്മയുടെ വീട് നിൽക്കുന്ന സ്ഥലം മാത്രം കരഭാഗം. അത്തരം പ്രദേശത്തിനാണ് തുരുത്തെന്ന് പറയുന്നത്. ഇപ്പം നോക്കിയേ, അത് ഡാലിയുടെ തുരുത്തിനെ വലം വെച്ച് ദേഷ്യത്തോടെ ഒന്നുയർന്ന് ചാടിയ ശേഷം ഒഴുകിപ്പോയി. ഇന്നാ ഇത് വച്ചോ. പോകും വഴി മരണാസന്നനായ ഒരു പെരുമ്പാമ്പിൻ കുഞ്ഞിനെ ഡാലി അമ്മൂമ്മയുടെ കുടിലിലേക്ക് തള്ളിയിട്ട് കൊടുത്തു പുഴ. അയ്യോ പാവം! അമ്മൂമ്മ അവനെ എടുത്ത് വേഗം അടുപ്പിനരികത്ത് കൊണ്ടുപോയി കിടത്തി. തണുത്ത് വിറയ്ക്കുന്നുണ്ട്. പോകും വഴി മരണാസന്നനായ ഒരു പെരുമ്പാമ്പിൻ കുഞ്ഞിനെ, മരിച്ചു പോകാറായ ഒരു പെരുമ്പാമ്പിൻ്റെ കുഞ്ഞിനെ ഡാലി അമ്മൂമ്മയുടെ കുടിലിലേക്ക് തള്ളിയിട്ട് കൊടുത്തു പുഴ. അമ്മൂമ്മ അവനെ എടുത്ത് വേഗം എന്ത് ചെയ്തു? അത് തണുത്ത് വിറയ്ക്കുന്നത് കൊണ്ട് അതിനെ വേഗം എടുത്ത് ചൂട് കൊടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പിനരികത്തേക്ക് കൊണ്ടുപോയി. നിനക്ക് തന്തയും തള്ളയും ഒന്നുമില്ലേ? നോക്കാതെയും പാക്കാതെയും ഇറങ്ങി നടന്നോളും. അവൻ ദയനീയമായി ഡാലി അമ്മൂമ്മയെ നോക്കി. ചുരുണ്ട് കിടന്ന അവൻ്റെ പൂവ് പോലത്തെ ഉടലിൽ അമ്മൂമ്മ തൻ്റെ ചുളുങ്ങിയ വിരലുകൾ കൊണ്ട് തലോടി. നിനക്ക് തന്തയും തള്ളയും ഒന്നുമില്ലേ? നോക്കാതെയും പാക്കാതെയും ഇറങ്ങി നടന്നോളും. നിനക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലേ? ഒന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഇറങ്ങി നടന്നോളും. അവൻ ദയനീയമായി ഡാലിയമ്മൂമ്മയെ നോക്കി. ഡാലിയമ്മൂമ്മ ഇങ്ങനെ ചോദിച്ചപ്പോൾ ദയനീയമായിട്ട് ഡാലിയമ്മൂമ്മയെ പെരുമ്പാമ്പിൻ കുഞ്ഞ് നോക്കി. ചുരുണ്ട് കിടന്ന അവൻ്റെ പൂവ് പോലത്തെ ഉടലിൽ. എന്താണ് ഉടൽ? ശരീരം. പൂവ് പോലത്തെ ഉടൽ എന്ന് പറയാൻ കാരണം കുഞ്ഞ് പാമ്പായതുകൊണ്ട് അതിൻ്റെ ശരീരം എങ്ങനെയുള്ള ആയിരിക്കും? പൂ പോലത്തത് ആയിരിക്കും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് ആയിരിക്കും. അപ്പം ചുരുണ്ട് കിടന്ന അവൻ്റെ പൂ പോലത്തെ ഉടലിൽ അമ്മൂമ്മ തൻ്റെ ചുളുങ്ങിയ വിരലുകൾ കൊണ്ട് തലോടി. അമ്മൂമ്മയുടെ കൈവിരലുകൾ എങ്ങനെയുള്ളതാണ്? ചുളുങ്ങിയ കൈവിരലുകളാണ്. ആ ചുളുങ്ങിയ കൈവിരലുകൾ കൊണ്ട് തലോടി. മനസ്സിലായോ? ഊടന്ന് പോയാൽ പിന്നെ വല്ല വങ്കിലും കയറിയിരുന്ന് എലീനെ എങ്ങാനും പിടിച്ച് തിന്നും കൊണ്ട് അടങ്ങി കിടന്നോളണം കേട്ടാ. അമ്മൂമ്മയുടെ ഭാഷയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടല്ലേ. ഊടന്ന് പോയാൽ പിന്നെ, ഇവിടുന്ന് പോയാൽ പിന്നെ വല്ല വങ്കിലും കയറിയിരുന്ന്. വങ്ക് എന്താണ്? മാളം അല്ലെങ്കിൽ പൊത്ത് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. വല്ല വങ്കിലും കയറിയിരുന്ന് എലീനെ എങ്ങാനും പിടിച്ച് തിന്നുകൊണ്ട് അടങ്ങി കിടന്നോളണം കേട്ടാ എന്ന് അമ്മൂമ്മ പെരുമ്പാമ്പിൻ കുഞ്ഞിനോട് പറഞ്ഞു. കിള്ളിയാർ കാവൽ കിടന്ന കുടിലിനുള്ളിൽ അമ്മൂമ്മയും പെരുമ്പാമ്പും മറ്റാർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നു. അവ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇരുന്നു. തടവി കൈ തളർന്നപ്പോൾ ഡാലി അമ്മൂമ്മ പറഞ്ഞു, എനിക്ക് ഉറക്കം വരണം, നീ എവിടെയും പോ. ഡാലി അമ്മൂമ്മയുടെ ചൂട് വിട്ടുപോകാൻ കുഞ്ഞു പാമ്പിന് മനസ്സ് വന്നില്ല. ചുറ്റിപ്പിണഞ്ഞ് അമ്മൂമ്മയുടെ ചൂട് പറ്റി അവനും ഉറങ്ങി. തടവി കൈ തളർന്നപ്പോൾ ഡാലി അമ്മൂമ്മ കുഞ്ഞുപാമ്പിനോട് പറഞ്ഞു, എനിക്ക് ഉറക്കം വരണം, നീ എവിടെയും പൊക്കോ. ഡാലി അമ്മൂമ്മയുടെ ചൂട് വിട്ടുപോകാൻ അപ്പോൾ കുഞ്ഞുപാമ്പിന് ഒട്ടും മനസ്സ് വന്നില്ല. അവ എന്ത് ചെയ്തു? ചുറ്റിപ്പിണഞ്ഞ് അമ്മൂമ്മയുടെ ചൂട് പറ്റി അവനും അവിടെ കിടന്ന് ഉറങ്ങി. പാമ്പിൻ കുഞ്ഞിനെ കുറിച്ച് അമ്മ പറയാണ്, പാവം, തള്ളയില്ല പിള്ള. ഡാലി കുഞ്ഞായിരുന്നപ്പോൾ പുഴ 100 മീറ്ററെങ്കിലും അകലെയായിരുന്നു. പിച്ച വെച്ച് നടന്നു തുടങ്ങിയതാണ് പുഴയുമായുള്ള ചങ്ങാത്തം. പൊന്മുടി കാടുകളിൽ എവിടെയോ നിന്ന് കൂലം കുത്തി ഇറങ്ങി വേഗത്തിൽ അറബിക്കടലിലേക്കുള്ള പോക്കാണ് പുഴയുടെ ജോലി. സംസാരിച്ചു തുടങ്ങിയതു മുതൽ ഡാലി പുഴയോട് വർത്തമാനം പറയും. ക്രമേണ പുഴ ഡാലിയോടും സംസാരിച്ചു. അവർക്കിടയിൽ പുതിയ ഭാഷയുണ്ടായി. പുലർച്ചെ മുതൽ തുടങ്ങും പുഴയും ഡാലിയും തമ്മിലുള്ള കാര്യം പറച്ചിൽ. ഡാനിയുടെ വീട്ടിൽ നിന്നും 100 മീറ്റർ അകലെയായിരുന്നു പണ്ട് പുഴ ഒഴുകിയിരുന്നത്. പിച്ച വെച്ച് നടന്നു തുടങ്ങിയതാണ് പുഴയുമായുള്ള ഡാനിയുടെ ചങ്ങാത്തം എന്ന് പറഞ്ഞാൽ കൂട്ടുകെട്ട്.
പൊന്മുടിക്കാടുകളിൽ നിന്നും കൂലം കുത്തി ഇറങ്ങി വേഗത്തിൽ അറബിക്കടലിൽ എത്തിച്ചേരുകയാണ് ഈ പുഴ ചെയ്യുന്നത്. കൂലം കുത്തുക എന്ന് പറഞ്ഞാൽ, കൂലം എന്ന് പറഞ്ഞാൽ കര, കൂലം കുത്തുക എന്ന് പറഞ്ഞാൽ കര തകർത്തുകൊണ്ട് വരിക. സംസാരിച്ചു തുടങ്ങിയതു മുതൽ ഡാലി പുഴയോട് വർത്തമാനം പറഞ്ഞു. ക്രമേണ പുഴ ഡാലിയോടും സംസാരിച്ചു. അവർക്കിടയിൽ പുതിയ ഭാഷയുണ്ടായി. എന്തായിരിക്കും അവർക്കിടയിലെ ഭാഷ? പുഴയിലുണ്ടാകുന്ന ഓരോ ശബ്ദങ്ങളും അവർക്കിടയിൽ ഭാഷയായി തീർന്നു. പുലർച്ചെ മുതൽ തുടങ്ങും പുഴയും ഡാലിയും തമ്മിലുള്ള കാര്യം പറഞ്ഞു. രാവിലെ മുതൽ പുഴയും ഡാലിയും തമ്മിൽ ഇതുപോലെ ശബ്ദങ്ങൾ കൊണ്ട് സംസാരിക്കാൻ തുടങ്ങും. മണലൂറ്റുകാരാണ് പുഴയെ ഡാലിയുടെ മുറ്റം വരെ എത്തിച്ചത്. അതായത് അവിടെ പുഴയിൽ നിന്ന് മണ്ണ് വാരി വാരിയാണ് കരയിടിഞ്ഞ് പുഴ ഡാലിയുടെ വീട് വരെ എത്തിയത്. പുഴ നടന്ന് മുറ്റത്തേക്ക് വന്നപ്പോൾ മനുഷ്യർ വീടുകൾ ഉപേക്ഷിച്ച് പോകാൻ നിർബന്ധിതരായി. പോകാൻ കൂട്ടാക്കാത്തവരെ കള്ളന്മാർ ഭീഷണിപ്പെടുത്തിയും ഭൂമിക്ക് വൻ വില നൽകിയും നാടുകടത്തി. ഒടുവിൽ ഡാലിയമ്മൂമ്മ മാത്രമായി. ഡാലിയുടെ കുടിലിനെ പുഴ വളഞ്ഞു. ക്രമേണ നിരാലംബരായ 2 വൃദ്ധ വിധവകളെ പോലെ പുഴയും ഡാലിയും സങ്കടങ്ങൾ മാത്രം പങ്കുവച്ചു. എല്ലാവരും അമ്മൂമ്മയെ ഉപദേശിച്ചു. ഒടുവിൽ ഡാലി അമ്മൂമ്മ മാത്രമായി. ബാക്കിയുള്ള എല്ലാ ആളുകളും അവിടെ നിന്ന് താമസം മാറ്റി. ഡാലിയുടെ കുടിലിനെ പുഴ വളഞ്ഞു. അങ്ങനെയാണ് ഡാലിയുടെ അമ്മൂമ്മയുടെ കുടിൽ എന്തായി മാറിയത്? തുരുത്തായി മാറിയത്. ക്രമേണ നിരാലംബരായ 2 വൃദ്ധ വിധവകളെ പോലെ, നിരാലംബർ എന്ന് പറഞ്ഞാൽ ആശ്രയമില്ലാത്തവർ, മറ്റുള്ളവരുടെ സഹായമില്ലാത്ത 2 വൃദ്ധ വിധവകൾ. വിധവകൾ എന്ന് പറഞ്ഞാൽ ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീകൾ. പുഴയും ഒരു സ്ത്രീയായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ 2 വൃദ്ധ വിധവകളെ പോലെ പുഴയും ഡാലിയും സങ്കടങ്ങൾ മാത്രം പങ്കുവെച്ച് എല്ലാവരും അവരെ എന്ത് ചെയ്തു? ഉപദേശിച്ചു. അമ്മൂമ്മ ഇവിടെ നിന്ന് പോകണം, അല്ലെങ്കിൽ അത് അപകടമാണ് എന്ന് എല്ലാ ആൾക്കാരും അമ്മൂമ്മയെ ഉപദേശിച്ചു. എന്നിട്ടും അമ്മൂമ്മ എന്ത് ചെയ്തില്ല? അവിടുന്ന് പോകാൻ കൂട്ടാക്കിയില്ല. കിളവി വയസ്സാം കാലത്ത് ഇവിടെ കിടന്ന് തണുത്ത് വിറച്ച് ചാവാതെ നെടുവങ്കാട്ടെ മോള വീട്ടിൽ പോയി താമസിക്കും. കിളവി എന്ന് പറഞ്ഞാൽ വൃദ്ധ. വയസ്സുകാലത്ത് ഇവിടെ കിടന്ന് തണുത്ത് വിറച്ച് ചാവാതെ നെടുവങ്ങാട്ടുള്ള മകളുടെ വീട്ടിൽ പോയി താമസിക്കാൻ ആളുകൾ അമ്മൂമ്മയെ ഉപദേശിച്ചു. അവന്മാരോട് ഡാലി മറുപടി ഒന്നും പറഞ്ഞില്ല. 2 ദിവസത്തിനുള്ളിൽ മഴ പെയ്യും, പുഴ എങ്ങനെ പെരുമാറുമെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ പറഞ്ഞപ്പോൾ അവരോട് ഡാലിയമ്മൂമ്മ ഒന്നും പറഞ്ഞില്ല. 2 ദിവസം കഴിയുമ്പോൾ മഴ പെയ്യും, പക്ഷേ പുഴ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ആർക്കും അറിയില്ല. പിറ്റേന്ന് വള്ളത്തിൽ ഒരു സംഘം ആളുകൾ അവിടേക്ക് വന്നു. കാണാൻ മെനയുള്ള ഒരു ചെറുപ്പക്കാരൻ അമ്മൂമ്മയുടെ മുറ്റത്ത് കിടന്ന ചൂരൽ കസേരയിൽ കയറിയിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം വള്ളത്തിൽ ഒരു കൂട്ടം ആളുകൾ വന്നു. അതിൽ കാണാൻ മെനയുള്ള കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരൻ അമ്മൂമ്മയുടെ മുറ്റത്ത് കിടന്ന ചൂരൽ കസേരയിൽ കയറിയിരുന്നു. ഞാനാണ് ഇവിടുത്തെ ജില്ലാ കളക്ടർ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനാണ് ഇവിടുത്തെ ജില്ലാ കളക്ടർ. തേയിലവെള്ളം ഇടട്ടെ മോനെ. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. ഞാനാണ് ഇവിടുത്തെ ജില്ലാ കളക്ടർ എന്ന് പറഞ്ഞപ്പോൾ ഡാലിയമ്മൂമ്മ ചോദിച്ചു, തേയിലവെള്ളം ഇടട്ടെ മോനേന്ന്. അപ്പോൾ ഇത് കേട്ട് എല്ലാവരും എന്ത് ചെയ്തു? ചിരിച്ചു. ഡാലിയമ്മൂമ്മ രാഷ്ട്രപതിക്കൊരു ഹർജി അയച്ചിരുന്നില്ലേ എന്ന് കളക്ടർ അമ്മൂമ്മയോട് ചോദിച്ചു. ഓ, അത് പുഴയും ഞാനും കൂടെ തംതാരിച്ച് തീരുമാനിച്ചയച്ചേണ്. പുഴ പറഞ്ഞ് തൂക്കിക്കൊല്ലാൻ പോണവരൊക്കെ അങ്ങേരിക്ക് ഹർജി കൊടുത്താൽ ചിലപ്പോൾ ശിക്ഷ ഇളവ് ചെയ്യാനേ കൊണ്ട് ചട്ടമുണ്ടെന്ന് പുഴയ്ക്ക് എന്നെക്കാട്ടിലും അറിവാണ്. അതിങ്ങനെ പല നാടുകൾ ചുറ്റണയല്ലേ. അങ്ങനെയാണ് ഞാൻ പത്രക്കാർ പിള്ളേരെ കൊണ്ട് ഹർജി അയപ്പിച്ചത്. അപ്പോൾ അമ്മൂമ്മ പറയാണ്, അത് പുഴയും ഞാനും കൂടെ തംതാരിച്ച് സംസാരിച്ച് തീരുമാനിച്ചതാണ്. തൂക്കിക്കൊല്ലാൻ പോകുന്ന ആളുകൾ രാഷ്ട്രപതിക്ക് ഹർജി കൊടുക്കുകയാണെങ്കിൽ അപേക്ഷ കൊടുത്താൽ ശിക്ഷയിൽ ഇളവ് ചെയ്ത് തരുമെന്ന് പുഴ പറഞ്ഞു എന്നാണ് അമ്മൂമ്മ പറയുന്നത്. പുഴ പല നാടുകൾ ചുറ്റുന്നത് കൊണ്ട് എന്നേക്കാൾ കൂടുതൽ അറിവ് പുഴയ്ക്കുണ്ടെന്ന് അമ്മൂമ്മ പറയുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്തത്? ഞാൻ പത്രക്കാർ പിള്ളേരോട് പറഞ്ഞ് രാഷ്ട്രപതിക്കൊരു ഹർജി കൊടുത്തത് എന്ന് അമ്മൂമ്മ പറയുന്നു. അമ്മൂമ്മ, ഞാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഗവൺമെൻറ്റിനും വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് കളക്ടർ അമ്മൂമ്മയോട് പറഞ്ഞു. അപ്പോൾ അമ്മൂമ്മ അത് കേട്ട് പറയാണ്, എന്നിട്ടും നിന്നെ കണ്ടിട്ട് ഒരു ചൊടിയില്ലല്ലോടാ. ഈ പുഴയിൽ നല്ല ഒടവലമീൻ കിട്ടും. പിടിച്ച് ചമ്പാവരിയിലിട്ട് കഞ്ഞി വെച്ച് കുടിക്കണം. തടി പാലം പോലെ വരും. എന്നിട്ടും നിന്നെ കണ്ടിട്ടൊരു ചൊടിയില്ലല്ലോടാ. നിന്നെ കണ്ടിട്ട് ചൊടി എന്ന് പറഞ്ഞാൽ ഉത്സാഹം അല്ലെങ്കിൽ ഉന്മേഷം ഇല്ലല്ലോടാ. ഈ പുഴയിൽ നല്ല ഒടവലമീൻ കിട്ടും. ഒടവലമീൻ എന്ന് പറഞ്ഞാൽ ഒരുതരം പുഴമീനാണ്. പിടിച്ച് ചമ്പാവരിയിലിട്ട് ചുവന്ന മട്ടേരിയില്ലേ അതിലിട്ട് കഞ്ഞി വെച്ച് കുടിക്കണം. അപ്പോൾ തടി പാലം പോലെ വരും.
ആരുമില്ലാത്ത തുരുത്തിൽ ഇനിയും ഒറ്റയ്ക്ക് താമസിക്കുന്നത് അപകടമാണ്. ഏറ്റവും വലിയ മഴക്കാലമാണ് വരാൻ പോകുന്നത്. ആരുമില്ലാത്ത തുരുത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന അപകടമാണ്, വലിയ മഴക്കാലമാണ് വരാൻ പോകുന്നത് എന്ന് കളക്ടർ അമ്മൂമ്മയോട് പറഞ്ഞു. വളരെ നിസ്സാരമായ ഒരു നോട്ടം മാത്രമായിരുന്നു അമ്മൂമ്മയുടെ മറുപടി. മുറ്റത്തെ കല്ലെടുപ്പിൽ ചൂടാക്കിയ തേയിലവെള്ളം പിഞ്ഞാണക്കോപ്പയിൽ ഒഴിച്ച് അമ്മൂമ്മ കളക്ടർക്ക് കൊടുത്തു. കളക്ടർ ഇങ്ങനെ പറഞ്ഞൊക്കെ അമ്മൂമ്മ നിസ്സാരമായൊരു നോട്ടം മാത്രമാണ് അമ്മൂമ്മ അതിന് നൽകിയ മറുപടി. എന്നിട്ട് കല്ലെടുപ്പിൽ ചൂടാക്കിയ തേയിലവെള്ളം ഒരു പിഞ്ഞാണ കോപ്പയിലെടുത്ത് അമ്മൂമ്മ കളക്ടർക്ക് കൊടുത്തു. അയാളത് കുടിച്ചു. കളക്ടർ അത് കുടിച്ചു. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഡാലി അമ്മൂമ്മ ഇവിടുന്ന് താമസം മാറ്റണം. ഇനി ഇവിടെ താമസിക്കുന്ന അപകടമാണ്. അതുകൊണ്ട് അമ്മൂമ്മ ഇവിടുന്ന് മാറി താമസിക്കണമെന്ന് ഡാലി അമ്മൂമ്മയോട് കളക്ടർ പറഞ്ഞു. ഇത് കേട്ട് ഡാലി അമ്മൂമ്മ ചോദിക്കുകയാണ്, ചായ കൊള്ളാമോടാ കൊച്ചേ? അപ്പോൾ അമ്മൂമ്മ ചോദിച്ച ചോദ്യം എന്താണ്? ചായ കൊള്ളാമോ? നഗരത്തിൽ അവിടെ എല്ലാ സൗകര്യവുമുള്ള ഒരു ഫ്ലാറ്റിൽ ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ സംരക്ഷണയിൽ അമ്മൂമ്മയ്ക്ക് കഴിയാം. നഗരത്തിൽ എല്ലാ സൗകര്യമുള്ള ഫ്ലാറ്റിൽ ഗവൺമെൻറ്റിൻ്റെ സംരക്ഷണയിൽ അമ്മൂമ്മയ്ക്ക് കഴിയാം. ഈ പുഴയും കൂടെ അതിനകത്ത് താമസിപ്പിക്കുമോ? അമ്മൂമ്മ എടുത്തടിച്ചതുപോലെ ചോദിച്ചു. കളക്ടർ ഒരു നിമിഷം ചിന്തിച്ചു. ഈ പുഴയും കൂടെ അതിനകത്ത് താമസിപ്പിക്കുമോ എന്ന് അമ്മൂമ്മ കളക്ടറോട്, ഡാലി അമ്മൂമ്മ താമസിക്കുന്ന ഫ്ലാറ്റിന് കിള്ളി എന്ന് പേരിടാം. എന്നിട്ട് ഈ പുഴയിലെ വെള്ളം കൊണ്ട് ബാത്ത് ടബും ഉണ്ടാക്കി തരാം, വരണം എന്ന് കളക്ടർ അമ്മൂമ്മയോട് പറഞ്ഞു. വരൂല, വയസ്സായ നിൻ്റെ ഉടപ്പറന്നോളെ ചാവാൻ വിട്ടിട്ട് നീ ആണെങ്കിൽ പോകുമോ? വയസ്സായ നിൻ്റെ ഉടപ്പറന്നോൾ പെങ്ങളെ ചാവാൻ വിട്ടിട്ട് നീ ആണെങ്കിൽ ഇങ്ങനെ പോകുമോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകേണ്ടി വരും. കളക്ടർ എഴുന്നേറ്റു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ബലം പ്രയോഗിച്ച് അമ്മൂമ്മയെ ഇവിടുന്ന് കൊണ്ടുപോകേണ്ടി വരും എന്ന് കളക്ടർ പറഞ്ഞു. എതിർക്കാനുള്ള ശരീരബലമൊന്നും ഡാലി അമ്മൂമ്മയ്ക്ക് ഇല്ലായിരുന്നു. അവരെ വനിതാ പോലീസുകാർ നിർബന്ധപൂർവ്വം പിടിച്ച് വള്ളത്തിൽ കയറ്റിക്കൊണ്ടുപോയി. ആറിന് നടുക്കെത്തിയപ്പോൾ അവസാന തുണിയിൽ നഷ്ടപ്പെട്ട പുഴ അപാരമായി ഒന്ന് നിലവിളിച്ചു. വയസ്സായതുകൊണ്ട് തന്നെ അമ്മൂമ്മയ്ക്ക് അവരെ എതിർത്ത് നിൽക്കാനുള്ള ശരീരബലമൊന്നും ഉണ്ടായിരുന്നില്ല. നിർബന്ധപൂർവ്വം വനിതാ പോലീസുകാർ അമ്മൂമ്മയെ പിടിച്ച് വള്ളത്തിൽ കയറ്റി കൊണ്ടുപോയി. അമ്മൂമ്മയെ കൊണ്ടുപോകുന്ന കണ്ട് അവസാന തുണയിൽ നഷ്ടപ്പെട്ട പുഴ എന്ത് ചെയ്തു? അപാരമായിട്ടൊന്ന് നിലവിളിച്ചു. ഡാലി അമ്മൂമ്മയുടെ ചങ്ക് കിടുങ്ങിപ്പോയി. അത് കേട്ട് ഡാലി അമ്മൂമ്മയുടെ ചങ്ക് കിടുങ്ങിപ്പോയി. പുഴയുടെ അപാരമായ നിലവിളി കേട്ട് ഡാലിയമ്മയുടെ മനസ്സ് വല്ലാതെ കിടുങ്ങിപ്പോയി. ഡാലിയമ്മയുടെ മനസ്സ് വല്ലാതെ സങ്കടപ്പെട്ടു. 13ാം നിലയിലെ കിള്ളി എന്ന് പേരിട്ട അപ്പാർട്ട്മെൻറ്റിൻ്റെ ജനലിലൂടെ കാണുന്ന കടലിളക്കം നോക്കി അമ്മൂമ്മ ദിവസങ്ങൾ തള്ളി നീക്കി. അപ്പാർട്ട്മെൻറ്റ് എന്താ അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്? ഒന്നിലധികം കുടുംബങ്ങൾ താമസിക്കുന്ന പല നിലകളുള്ള കെട്ടിടമാണ് അപ്പാർട്ട്മെൻറ്റ്. ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ ജനലിലൂടെ കാണുന്ന കടലിളക്കം നോക്കി അമ്മൂമ്മ ദിവസങ്ങൾ ഇങ്ങനെ തള്ളി നീക്കി. മഴ തുടങ്ങി. വിഷാദിയായി ഒഴുകിയിരുന്ന പുഴയ്ക്ക് കലിയിളകി. ദുഃഖത്തോടെ ഒഴുകിയിരുന്ന പുഴയ്ക്ക് ദേഷ്യം വന്നു. ഒരു വെളുപ്പാൻ കാലത്ത് അത് ഡാലിയെ തേടി ഇറങ്ങി. നഗരത്തിലെ മുടുക്കുകളിലും ഊടുകളിലും നടന്നു പുഴ ഉറക്കെ വിളിച്ചു, ഡാലി ഡാലി. തകർത്താടിയ മഴയിൽ ഭ്രാന്ത് പിടിച്ച പുഴ നഗരത്തെ സമനീതി പഠിപ്പിച്ചുകൊണ്ട് ഒരേ നിരപ്പിലൊഴുകി. അസംഖ്യം ജലജീവികൾ നഗരഗൃഹങ്ങളെ ആവാസ കേന്ദ്രമാക്കി മാറ്റി. പുഴ പിന്നെയും അന്വേഷണം തുടർന്നു. ഒരു വെളുപ്പാൻ കാലത്ത് പുഴ ഡാലിയെ തേടി ഇറങ്ങി. നഗരത്തിലെ എല്ലാ ഊടുവഴികളിലും പുഴ ഡാലി ഡാലി എന്ന് വിളിച്ചുകൊണ്ട് അന്വേഷിച്ചു. പുഴയിലെ ജലജീവികൾ നഗരത്തിലെ വീടുകളിൽ താമസമാക്കി. പുഴ പിന്നെയും ഡാലിയെ അന്വേഷണം തുടർന്നു. ഒടുവിൽ ഡാലി അമ്മൂമ്മയുടെ 90 കടന്ന കണ്ണുകൾ ഫ്ലാറ്റിൻ്റെ പുറത്തു വന്ന് മുട്ടി വിളിച്ച കിള്ളിയാറിനെ തിരിച്ചറിഞ്ഞു. സന്തോഷത്തിൻ്റെ നിലവിളിയോടെ ഡാലി പുറത്തേക്കെടുത്ത് ഒറ്റ ചാട്ടം. പുഴയെ കെട്ടിപ്പിടിച്ച് ഇരുവരും പൊട്ടിച്ചിരിച്ചു. അമ്മൂമ്മയെ അന്വേഷിച്ച് നടന്ന പുഴ അമ്മൂമ്മ താമസിക്കുന്ന ഫ്ലാറ്റിലെത്തി. പുഴയുടെ വരവ് തിരിച്ചറിഞ്ഞ അമ്മൂമ്മ സന്തോഷത്തിൻ്റെ നിലവിളിയോടെ പുറത്തേക്കെടുത്ത് ഒറ്റ ചാട്ടം. പുഴയെ കെട്ടിപ്പിടിച്ചു. ഇരുവരും പൊട്ടിച്ചിരിച്ചു. നിനക്കെന്താടി, താഴത്തെ നിലയിൽ താമസിച്ചുകൂടായിരുന്നോ? എന്ത് പാടുപെട്ടിട്ടാണ് നിന്നെ കണ്ടുപിടിച്ചത്? പുഴ ചോദിച്ചു. നിനക്കെന്താ താഴത്തെ നിലയിലെങ്ങാനും താമസിച്ചുകൂടായിരുന്നോ? ഒരുപാട് പാടുപെട്ടിട്ടാണ് നിന്നെ ഞാൻ കണ്ടുപിടിച്ചതെന്ന് പുഴ അമ്മൂമ്മയോട് പറഞ്ഞു. പോടി, ഡാലി അമ്മൂമ്മ പുഴയ്ക്കൊരു നുള്ളു വെച്ചു കൊടുത്തു. പോടി എന്ന് പറഞ്ഞ ഡാലി അമ്മൂമ്മ പുഴയ്ക്കൊരു നുള്ളു വെച്ചു കൊടുത്തു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇരുവരും കടലിലേക്ക് നീന്തി. പൊട്ടിച്ചിരിച്ചുകൊണ്ട് രണ്ടുപേരും കടലിലേക്ക് നീന്തി. ഡാലി അമ്മൂമ്മയുടെയും പുഴയുടെയും കഥ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് അതിലെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം. കഥയറിഞ്ഞ് കഥ മൗനമായി വായിക്കൂ. തുടർന്ന് ഭാവം ഉൾക്കൊണ്ട് ഉറക്കെ വായിച്ച് അവതരിപ്പിക്കുമല്ലോ. അടുത്ത കഥാപാത്രങ്ങൾ, സംഭവങ്ങൾ. കഥയിലെ കഥാപാത്രങ്ങൾ ആരെല്ലാമാണ് കഥയിലെ കഥാപാത്രങ്ങൾ? ആരെല്ലാമാണ്? ഡാലി അമ്മൂമ്മ, പുഴ, വനിതാ പോലീസുകാർ, കളക്ടർ, പെരുമ്പാമ്പൻ കുഞ്ഞ്. ഇനി നമുക്ക് കഥയിലെ വ്യത്യസ്ത സന്ദർഭങ്ങൾ കണ്ടെത്താം. ഈ സന്ദർഭങ്ങൾക്ക് കഥയിലുള്ള പ്രാധാന്യം ചർച്ച ചെയ്യൂ. 1. പെരുമ്പാമ്പൻ കുഞ്ഞിനോടുള്ള ദയവ്.
അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു പോയ ഒരു കുഞ്ഞിനോട് കാണിക്കുന്ന കരുതലും സ്നേഹവുമാണ് ഈ സന്ദർഭത്തിൽ കാണുന്നത്. 2. കളക്ടറുടെ വരവ്. വലിയ മഴക്കാലം വരാൻ പോകുന്നതുകൊണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഡാലിയമ്മൂമ്മയുടെ രക്ഷയ്ക്കായിട്ടാണ് കളക്ടർ എത്തിയത്. 3. മണലൂറ്റുകാരാണ് പുഴയെ ഡാലിയുടെ മുറ്റം വരെ എത്തിച്ചത്. ഡാലിയമ്മൂമ്മയുടെ വീടും പുഴയും തമ്മിലുള്ള അകലം നഷ്ടപ്പെട്ട് വീട് അപകടാവസ്ഥയിലായത് മണൽ വാരിയത് കൊണ്ടാണെന്ന് മനസ്സിലാക്കാം. 4. ഡാലിയമ്മൂമ്മയുടെ ചങ്ക് കിടുങ്ങിപ്പോയി. വനിതാ പോലീസുകാർ നിർബന്ധപൂർവ്വം ഡാലിയമ്മൂമ്മയെ വള്ളത്തിൽ കയറ്റി കൊണ്ടുപോയപ്പോൾ അവസാന തുണിയും നഷ്ടപ്പെട്ട പുഴയുടെ അപാരമായ നിലവിളി കേട്ടാണ് ഡാലിയമ്മൂമ്മയുടെ ചങ്ക് കിടുങ്ങിയത്. അടുത്ത് നോക്കിയേ, വാക്കെടുക്കാം, പരിയൊരുക്കാം. താഴെ 2 കോളങ്ങളിലായി കൊടുത്ത പദങ്ങൾ പരിചയപ്പെടൂ. പുഴ, നടന്നു, പാമ്പ്, ചാടി, കുടിച്ചു, അമ്മൂമ്മ, മീൻ, ഇരുന്നു. കറുത്ത, വലിയ, പെട്ടെന്ന്, മെല്ലെ, നിറഞ്ഞ, ചെറിയ, ഭംഗിയുള്ള, വേഗത്തിൽ. 2 കോളങ്ങളിൽ നിന്നും ഓരോ പദം ഉപയോഗിച്ച് ചെറുവാക്യങ്ങൾ നിർമ്മിക്കുക. ഒരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ വേഗത്തിൽ നടന്നു. അതുപോലെ 2 കോളങ്ങളിലുള്ള ഓരോ പദങ്ങൾ ചേർത്ത് പുതിയ വാക്യങ്ങൾ ഉണ്ടാക്കണം. അവിടെ വലിയ പുഴയുണ്ട്. കുട്ടി മെല്ലെ നടന്നു. വേഗത്തിൽ പാമ്പ് ഇഴഞ്ഞു. ഞാൻ ഭംഗിയുള്ള കസേരയിൽ ഇരുന്നു. അണ്ണാൻ പെട്ടെന്ന് ചാടി. കറുത്ത വസ്ത്രം ധരിച്ച അമ്മൂമ്മ. കുട്ടി ചെറിയ ഗ്ലാസ്സിൽ വെള്ളം കുടിച്ചു. ഇതുപോലെ ചെറുവാക്യങ്ങൾ സ്വന്തമായി എഴുതി നോക്കുക. ഇനി അടുത്ത് നോക്കിയേ, ഭാവത്തിനൊത്ത് പറയാം. ഭാവത്തിനൊത്ത് പറയാം. കഥയിലെ വിവിധ സന്ദർഭങ്ങളിൽ കഥാപാത്രങ്ങൾ തമ്മിൽ നടന്ന സംഭാഷണങ്ങൾ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് സംഘമായി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഹൃദയപൂർവ്വം പറഞ്ഞ്. ഡാലിയമ്മൂമ്മയെയും കിള്ളിയാറിനെയും ഇഷ്ടമായില്ലേ? അവർ ഒടുവിൽ കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ. ഇനിയും അവർ തമ്മിൽ എന്തെല്ലാം സംസാരിച്ചിട്ടുണ്ടാവും? ആ സംഭാഷണം എഴുതി നോക്കും. അവർ തമ്മിൽ ഇനി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് കുട്ടികൾ എഴുതി നോക്കുക. നോക്കിയേ, അമ്മൂമ്മ. ഞാൻ പോയപ്പോഴുള്ള നിൻ്റെ നിലവിളി കേട്ട് എൻ്റെ ചങ്ക് കിടുങ്ങിപ്പോയി. പുഴ. എനിക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഒറ്റയ്ക്കായി പോയില്ലേ. അമ്മൂമ്മ. നീ എന്നെ അന്വേഷിച്ച് വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. പുഴ. നിന്നെ കണ്ടുപിടിക്കാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. അമ്മൂമ്മ. നമ്മുടെ പെരുമ്പാമ്പൻ കുഞ്ഞിനെ നീ കാണാറുണ്ടോ? പുഴ. കാണാറുണ്ട്. അവൻ സുഖമായി ഇരിക്കുന്നു. അമ്മൂമ്മ. ഞാൻ ഇവിടെ ഇരുന്ന് മടുത്തു. ഫ്ലാറ്റിലൊക്കെ എങ്ങനെയാണാവോ ആളുകൾ ജീവിക്കുന്നത്. എനിക്കവിടെ വല്ലാത്ത ശ്വാസമുട്ടലായിരുന്നു. പുഴ. നിനക്കവിടെ കൂട്ടുകാരില്ലേ? അമ്മൂമ്മ. ഉണ്ട്. പക്ഷേ എനിക്ക് അവരാരും നിനക്ക് പകരമാവില്ല. പുഴ. വിഷമിക്കാതെടി, നമ്മൾ ഇപ്പോൾ ഒന്നിച്ചല്ലോ. അമ്മൂമ്മ. ഇനി നമ്മൾ ഒരിക്കലും പിരിയില്ല. പുഴ. അതെ. പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇരുവരും കടലിലേക്ക് നീന്തി. മൊഴിയഴക്. നോക്കാതെയും പാക്കാതെയും ഇറങ്ങി നടന്നോളും. അടിവരയിട്ട പ്രയോഗം ശ്രദ്ധിക്കൂ. ഇതുപോലുള്ള പ്രയോഗങ്ങളും പ്രാദേശിക പദങ്ങളും കഥയിൽ നിന്ന് കണ്ടെത്തി എഴുതൂ. ഏതൊക്കെയാണ് നോക്കിയേ. നിനക്ക് തന്തയും തള്ളയും ഒന്നുമില്ലേ? പാവം തള്ളയില്ല പിള്ള. കാണാൻ മെനയുള്ള ഒരു ചെറുപ്പക്കാരൻ. നഗരത്തിലെ മുടുക്കുകളിലും ഊടുവഴികളിലും നടന്ന് പുഴ ഉറക്കെ വിളിച്ചു. എന്നിട്ടും നിന്നെ കണ്ടിട്ട് ഒരു ചൊടിയില്ലല്ലോടാ. മറ്റു പ്രയോഗങ്ങൾ നിങ്ങൾ കണ്ടെത്തുക. ഭൂമിക്കായി. ഭൂമി എല്ലാവരുടേതുമാണ് എന്ന സന്ദേശമുയർത്തി നടത്തുന്ന പരിസ്ഥിതി ബോധവൽക്കരണ ജാഥയിൽ ഉപയോഗിക്കുന്നതിനുള്ള സന്ദേശവാക്യങ്ങൾ, മുദ്രാഗീതങ്ങൾ എന്നിവ തയ്യാറാക്കൂ. സന്ദേശവാക്യങ്ങൾ. 1. പരിസ്ഥിതി സംരക്ഷണം ജീവൻ്റെ സുരക്ഷയ്ക്കാണ്. പരിസ്ഥിതി ചൂഷണം ജീവൻ്റെ നാശത്തിനാണ്. 2. മരം നട്ടുപിടിപ്പിക്കൂ, നാടിനെ രക്ഷിക്കൂ. 3. ഒരു മരം നടൂ, ഭൂമിക്ക് കുടയൊരുക്കൂ. 4. ഭൂമിയെ സൂക്ഷിക്കൂ, ഭാവിയെ സംരക്ഷിക്കൂ. അടുത്ത എന്താ നോക്കിയേ. മുദ്രാഗീതങ്ങൾ. 1. മരമൊരു വരമെന്നോർക്കേണം, മരമൊരു തണലെന്നോർക്കേണം, മരമില്ലെങ്കിൽ മഴയില്ല, മഴയില്ലെങ്കിൽ നാമില്ല. 2. എനിക്ക് വേണം ശുദ്ധവായു, എനിക്ക് വേണം ശുദ്ധജലം, എനിക്ക് വേണം സുന്ദരമാം ഭൂമിയെ. 3. അരുതേ അരുതേ ചങ്ങാതികളെ, അരുമ മരങ്ങൾ മുറിക്കരുതേ. 4. ഒരു കൈ ഒരു തൈ ഒരായിരം തൈ ഒന്നിച്ചൊന്നായി നട്ടിയിടാം, നട്ടൊരു തൈകൾ വളർന്നാലോ തണലിലൊരൽപ്പം ഇരുന്നിടാം. 5. ഇടിച്ചു നിരത്തിടല്ലേ ജലസംഭരണികളാം കുന്നുകളെ. പദപരിചയം. ഒടപ്പറന്നൂൾ പെങ്ങൾ സഹോദരി. ഒടവലമീൻ ഒരിനം പുഴമീൻ. കിള്ളി കിള്ളിയാറ്. കൂലം കര. കിളവി
വൃദ്ധ, തുണ, സഹായം. തുരുത്ത്, പുഴയുടെ നടുവിലുള്ള ചെറിയ കരപ്രദേശം. തംതാരിച്ച്, സംസാരിച്ച്. നിരാലംബ, ആശ്രയമില്ലാത്തവൾ. മുടുക്ക്, ഇടവഴി. മെനയുള്ള, കൊള്ളാവുന്ന. വങ്ക്, പൊത്ത്. വിഷാദം, സങ്കടം. പകരം പദങ്ങൾ: പുഴ, ആറ്, അരുവി, തടിനി. വെള്ളം, ജലം, തോയം, സലിലം. അടുത്ത് നോക്കിയേ: മഴ, മാരി, വർഷം, വൃഷ്ടി. പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായല്ലോ. പാഠപുസ്തകം എല്ലാവരും നന്നായി വായിച്ച് പഠിക്കണം കേട്ടോ. ടീച്ചറിൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.